IPF കേരള കൗൺസിലിന്റെ ഈ വർഷത്തെ ഓണാഘോഷം ഓണാമൃതം 2025 ഈ വരുന്ന സെപ്റ്റംബർ 28 നടക്കും. അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. ആഘോഷത്തിൽ ഗായകനും വയലിനിസ്റ്റുമായ വിവേകാനന്ദനും അപർണയും നേതൃത്വം നൽകുന്ന ഗാനനിശ്ചയം ഉണ്ടായിരിക്കും. ഓണാമൃതം 2025 മീഡിയ പാർട്ണറായി മീഡിയ ലോഞ്ച് വിനേഷ് മോഹനും ഓണാമൃതം ജനറൽ കൺവീനർ ഡോക്ടർ ശിവകുമാർ ഹരിഹരൻ NTV ചെയർമാനും മാനേജിംഗ് ഡയറക്ടറായ മാത്തുക്കുട്ടി കടോൺ ബ്രോഷർ നൽകി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ IPF സംഘടനാ സെക്രട്ടറി പ്രദീപ് കുമാർ, IPF ട്രഷറർ വിജയൻ നായർ, ഹരിറാം പള്ളിയിൽ കേരള കൗൺസിൽ സെക്രട്ടറി കലേഷ്, അജ്മാൻ കൺവീനർ രാധേഷ് നായർ, ഷാർജ കൺവീനർ ജയപ്രകാശ്, ഓണാമൃതം കോ കൺവീനിയേഴ്സ് രാജേഷ് താഴ്മടം, സ്വപ്നേഷ് എന്നിവർ പങ്കെടുത്തു. സുരേഷ് ഗോപിയായിട്ടാണ് പങ്കെടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു, മൂന്നാമത്തെ ഓണത്തിനും അങ്ങ് തന്നെയായിരിക്കും ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങ് വരുമ്പോൾ ഒരുപക്ഷെ അങ്ങൊരു മിനിസ്റ്ററായിട്ട് വന്ന് കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പൂർണ്ണ സമ്മതത്തോടുകൂടി അത് ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ വരിക മാത്രമല്ല, നിങ്ങളുടെ കൂടെ ഇരുന്ന് സദ്യ വിളമ്പി കഴിച്ചിട്ട് മാത്രമേ ഞാൻ തിരിച്ചു പോകുമെന്ന് ആ പറഞ്ഞ വാക്ക് ഇന്ന് അദ്ദേഹം പാലിക്കുന്നു. ഈ ഓണത്തിനും ഞങ്ങളുടെ മുഖ്യ അതിഥി സെൻട്രൽ മിനിസ്റ്റർ സുരേഷ് ഗോപി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്ക് അദ്ദേഹം പാലിച്ചിരിക്കുന്നു. അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുക. കാലത്ത് 11 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് നമ്മളുടെ പ്രോഗ്രാം നടക്കുക. വിവേകാനന്ദൻ്റെയും അപർണ അശോകിൻ്റെയും ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. ഇത്തവണത്തെ ഓണാമൃതം 2025 മീഡിയ പാർട്ട്ണർ നമ്മളുടെ പ്രിയപ്പെട്ട NTV ആണ്. അപ്പം ഇന്ന് NTVയുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മീഡിയ ലോഞ്ചിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഓണാമൃതം 2025 മീഡിയ ലോഞ്ചാണ്. മീഡിയ ലോഞ്ചിനായിട്ട് IPF കേരള കൗൺസിലിൻ്റെ കൺവീനർ ശ്രീ വിനേഷ് മോഹൻ ക്ഷണിക്കുന്നു. ഒപ്പം അത് സ്വീകരിക്കാനായിട്ട് NTVയുടെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ മാത്തുക്കുട്ടി കടോണിനെ ക്ഷണിക്കുന്നു. IPF കേരള കൗൺസിൽ 2025 ഓണാഘോഷം ഓണാമൃതം 2025 NTVയുടെയും ഞങ്ങളുടെ പ്രേക്ഷകരുടെയും എല്ലാവിധ ആശംസകളും. NTV UAE to the world.